സാഹിത്യ നഗരം പദവിയിലൂടെ ടൂറിസം വ്യാപാര മേഖലകളിലെ വളർച്ച ലക്ഷ്യം വെച്ച് കോഴിക്കോട് കോർപ്പറേഷൻ സാമൂഹ്യ സാംസ്കാരിക വൈവിധ്യം പുറം ലോകത്തെത്തിക്കുന്നതിലൂടെ സഞ്ചാരികളെ കോഴിക്കോട്ടേക്ക് ആകർഷിക്കാനാണ് ശ്രമം. യുനെസ്കോ സാഹിത്യ നഗരം പദവി പ്രഖ്യാപനം നാളെ കോഴിക്കോട്ട് നടക്കും. കോഴിക്കോടിന്റെ ആത്മാവിലെ ജീവസുറ്റതാക്കുകയാണ് യുനെസ്കോ സാഹിത്യ നഗരം പദവി. 4 ഘട്ടങ്ങളായുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ പൈതൃക നഗരം ലോകത്തിന്റെ പ്രഥമ സ്ഥാനത്തേക്ക് ഉയരും. ബ്രാൻഡിംഗിൽ തുടങ്ങി സാഹിത്യ ആവാസ കേന്ദ്ര നിർമ്മിതി അടക്കമാണ് കോർപ്പറേഷൻ വിഭാവനം ചെയ്യുന്നത്. മാനാഞ്ചിറ, ബീച്ച്, കുറ്റിച്ചിറ, തളിക്ഷേത്രം തുടങ്ങിയവ സാഹിത്യ ആവാസ കേന്ദ്രമാക്കും. വിനോദ വ്യാപാര രംഗത്ത് തിരിച്ചുവരവിനും കുതിപ്പിനും ഒരുങ്ങുകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ സാഹിത്യ നഗരം. ക്രിസ്തുവിന് മുമ്പേ ചെയ്തിരുന്ന കച്ചവടക്കാർ കൊണ്ടുവന്നിരുന്ന ഒരു സാംസ്കാരിക വൈവിധ്യം, അതുണ്ടാക്കിയ ഒരു സാംസ്കാരികമായ വ്യത്യസ്തത കോഴിക്കോടിന് ഒരാത്മാവുണ്ട്. സാഹിത്യ നഗരം വെറും സാഹിത്യ മേഖലയിലെ കുറച്ച് ആളുകളുടെ സാംസ്കാരിക കൂടുതലുള്ള മാത്രം സാധ്യതയല്ല. കോഴിക്കോടിന്റെ വരുംകാല വികസനത്തിന് കൂടി ഫോക്കസ് ചെയ്യപ്പെടുന്ന ഒരു അടയാളപ്പെടുത്തലാണ്. ഇതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ സഞ്ചാരികളും വിദ്യാർത്ഥികളും ഗവേഷകരും ഒക്കെ സാഹിത്യ നഗരത്തെ തേടിയെത്തുമ്പോൾ അത് കോഴിക്കോട് ഉണ്ടാകുന്ന വലിയ സാധ്യതയുണ്ട്, അത് തുറന്നിടുകയാണ്. സാഹിത്യ നഗര ഔദ്യോഗിക പ്രഖ്യാപനം നാളെ കോഴിക്കോട് നടക്കും. MTK കോർപ്പറേഷന്റെ വജ്രജൂബിലി പുരസ്കാരം മന്ത്രി MP രാജേഷ് സമർപ്പിക്കും. സമ്പദ് വ്യവസ്ഥ, ഭരണം, ഉദ്യോഗസ്ഥ ഭരണം തുടങ്ങിയ കാര്യങ്ങളിൽ സൃഷ്ടിപരമായ ഇടപെടൽ നടത്താനും കോർപ്പറേഷൻ ആലോചിക്കുന്നു. കോഴിക്കോടിന്റെ സാംസ്കാരിക വൈവിധ്യവും മതസാഹോദര്യവും ഈ ഒരൊറ്റ ദൃശ്യത്തിൽ തന്നെ വ്യക്തമാവും. ഇത് ലോകം മുഴുവൻ അവതരിപ്പിക്കാനാണ് നീക്കം നടക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.